ഹലോ ഫ്രണ്ട്സ്, ഗൈഡൻസ് ഓഫ് ജോബ് ആൻഡ് എഡ്യൂക്കേഷൻ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്നാൽ കേരള ഹൈക്കോടതിയിൽ ഇപ്പോൾ ജോലി അവസരം വന്നിട്ടുണ്ട്. ഓക്കെ, ജോബിൻ്റെ ഡീറ്റെയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നെങ്കിൽ ഇതുപോലുള്ള ജോബ് റിലേറ്റഡും എഡ്യൂക്കേഷൻ റിലേറ്റഡുമായിട്ടുള്ള വീഡിയോസ് ലഭിക്കാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എന്നാൽ നമുക്ക് ജോബിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം. കേരള ഹൈക്കോടതിയിൽ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് മുഖേന സോഫ്റ്റ്വെയർ ഡെവലപ്പറെ നിയമിക്കുന്നു. പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്കാണ് ഈ ഒരു ജോലി അവസരം ലഭിക്കുക. യോഗ്യരായവർക്ക് കേരള ഹൈക്കോടതിയുടെ റിക്രൂട്ട്മെന്റ് ലിങ്ക് മുഖേന ജൂൺ 24 മുമ്പായിട്ട് അപേക്ഷ നൽകാം. ഇതിന്റെ തസ്തികയും അതേപോലെ തന്നെ ഒഴിവ് ഡീറ്റെയിൽസും നോക്കാം. കേരള ഹൈക്കോടതിയിൽ സോഫ്റ്റ്വെയർ ഡെവലപ്പർ NCA സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് SC/ST കാറ്റഗറി ഉള്ളവർക്ക് മാത്രമാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുക. മറ്റ് അപേക്ഷകൾ റിജക്റ്റ് ചെയ്യപ്പെടുമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെ കാറ്റഗറി നമ്പർ എന്നത് 13/2025 ഇതിലേക്ക് തിരഞ്ഞെടുക്കുന്നവർക്ക് ലഭിക്കുന്ന ശമ്പളം എന്നത് പ്രതിമാസം 59,300 രൂപ മുതൽ ശമ്പളമായി ലഭിക്കുന്നതാണ്. ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ് എന്നത് 2/1/1979 1/1/2007 ഇടയിൽ ജനിച്ചവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഈ ഒരു ജോബിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട യോഗ്യത എന്നത് BTech അല്ലെങ്കിൽ MTech, ഇലക്ട്രോണിക്സ് IT അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ MMC ഇലക്ട്രോണിക്സ് IT കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ MC യോഗ്യത വേണം. ഓക്കെ, പ്രോഗ്രാമിംഗ് മേഖലയിൽ 2 വർഷത്തെ പ്രവൃത്തി പരിചയം ആവശ്യമാണ്. ഓക്കെ, ഇതിലേക്ക് എങ്ങനെ തിരഞ്ഞെടുക്കുന്നത് നോക്കാം. എഴുത്ത് പരീക്ഷ, അതേപോലെ തന്നെ പ്രോഗ്രാമിംഗ് ടെസ്റ്റ്, ഇൻ്റർവ്യൂ എന്നിവ നടത്തും. പ്രോഗ്രാമിംഗ് ടെസ്റ്റിൽ 50% മുകളിൽ മാർക്ക് നേടുന്നവരെ മാത്രമേ ഇൻ്റർവ്യൂവിന് വിളിപ്പിക്കൂ. പരീക്ഷകൾ എറണാകുളത്ത് വെച്ച് നടക്കും. ഓക്കെ, ഇതിലേക്ക് എങ്ങനെ അപേക്ഷ സമർപ്പിക്കാമെന്ന് നോക്കാം. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ കേരള ഹൈക്കോടതിയുടെ റിക്രൂട്ട്മെന്റ് പോർട്ടൽ സന്ദർശിച്ചിട്ട് അപേക്ഷ നൽകണം. അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ടതായിട്ടില്ല. ആദ്യം വെബ്സൈറ്റ് തുറക്കുക, ശേഷം വൺ ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കുക, ശേഷം അപ്ലൈ നൗ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ആവശ്യമായ വിവരങ്ങൾ നൽകി അപേക്ഷ നൽകുക. ഓക്കെ, ഇതിൻ്റെ അപേക്ഷ സമർപ്പിക്കേണ്ട ലിങ്കും അതേപോലെ തന്നെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കറക്റ്റ് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. താങ്ക്